ഹായ് ഫ്രണ്ട്സ്, ഹീബ്രൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടുന്നാലോ. അപ്പോൾ ഞാൻ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ വലിയ ജീരകമാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് അരിയിട്ടിട്ട് ഊറ്റി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് മസാലയൊക്കെ ഉള്ളത് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ സവാള ഇട്ട് കൊടുത്തു. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴന്ന് വന്നിട്ട് പിന്നെ നമ്മൾ തക്കാളി ചേർക്കാവൂ. തക്കാളി ഇതിൻ്റെ ഉപ്പ് ചേർത്ത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിവട നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. അതൊന്നും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇനി ഇതിലോട്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ തക്കാളി ഏകദേശം അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുരുവില്ലാതെ കിട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മസാലകളാണ് 3 മസാലപ്പൊടികളാണ് കേട്ടോ വേണ്ടത്. ചിക്കൻ മസാല, ബിരിയാണി മസാല, പിന്നെ ഗരം മസാല, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറി വരുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചപ്പ്, പുതിന, കറിവേപ്പില, അത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് തൈര് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങളെ പുളിക്കനുസരിച്ച് തൈര് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യട്ടെ. പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് ഒരു പാകം വേവായിട്ട് നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോവാണ് കേട്ടോ. പിന്നെ ദമ്മിട്ടിട്ട് അതിൽ കിടന്ന് ചിക്കൻ ഒന്നും കൂടി വേവും. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നടച്ച് വെച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണി വേറെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണേ. അപ്പോൾ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.